അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പ്രോജക്ട് തുടക്കം മുതൽ ഈ ഒരു പ്രോജക്ടിന്റെ ഒരു തുടക്കം തൊട്ട് അല്ലേ? തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജാക്കേട്ടനെ ഞാൻ ഒന്ന് കാഷ്വൽ ചാറ്റിങ്ങിലായിരുന്നു ഒരു ദിവസം. അപ്പൊ ഇങ്ങനെ ജാക്കേട്ടൻ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രോജക്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ അതൊരു ഫ്ലോപ്പ് പ്ലാനായിട്ട് ക്ലയന്റ് സമീപിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്നുള്ള ഒരു കമന്റ് പറയാൻ പറഞ്ഞു. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു 4 മിസ്റ്റേക്ക് തന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഏറ്റവും ആദ്യം തോന്നിയെന്ന് പറഞ്ഞാൽ 4 ടോയ്ലറ്റിന്റെ വെന്റിലേഷൻ പ്രോപ്പർ അല്ലായിരുന്നു. അതായിരുന്നു ആദ്യം. അതായത് ടോയ്ലറ്റ് കോർണേഴ്സിൽ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത് ആ ടീമില് ടോയ്ലറ്റ് ഇൻസൈഡിലോട്ട് കൊണ്ടുവന്നു. ഒരു വെർട്ടിക്കൽ ഡക്റ്റൊക്കെ കൊടുക്കാനായിരിക്കും പ്ലാൻ. അപ്പൊ ഇത്തരത്തിലൊരു 2500 സ്ക്വയർ ഫീറ്റിലൊന്നും അതിന്റെ വാസ്തുപരമായി നോക്കി അവരിപ്പോ കന്നിമൂല ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷെ അതിന് വേറെ മാർഗങ്ങളുണ്ട്. അപ്പൊ ഒരു 2500 റെസിഡൻഷ്യൽ ലെവലിൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സസ് കോസ്റ്റിന്റെ കാര്യമില്ല. ഇപ്പൊ ക്ലൈന്റിന്റെ ഇതിൽ നോക്കുമ്പോഴത്തേക്കും ക്ലൈന്റ് ഹാപ്പിയാണ്. ബാത്റൂം അകത്താണ് വെർട്ടിക്കൽ ഡക്ട് എന്നൊക്കെ പറയും, ഫ്ലാറ്റിലൊക്കെ ചെയ്യുന്ന പോലെ. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഈ പ്രോജക്റ്റിന് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർ അവെയർ അല്ല. ചിലപ്പോ ആ കോസ്റ്റിംഗ് ആ സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും അവർ അറിയുന്നത് ഇത് ഇങ്ങനെയൊന്നും അല്ല വർക്ക് ചെയ്യേണ്ട രീതിയിൽ. അത് പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ഒരു മീറ്റിംഗിൽ തന്നെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ ടോപ്പിക്ക് തുടങ്ങുന്നത്. പിന്നെ ഞാനും ജാക്കേട്ടനും കൂടെ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്താൽ വേണ്ടി തന്നെ ഞങ്ങളുടെ ഒരു കോൺവെർസേഷനിൽ എങ്ങനെ ഇത് വരണമെന്നുള്ളൊരു ഐഡിയ കിട്ടി. അതായത് 2 സൈഡിൽ റോഡുണ്ട്. ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു സൈഡിലും കൂടെ റോഡ് എക്സ്ട്രാ വരുന്ന സെറ്റ് ബാക്ക് ഇപ്പൊ 1 മീറ്റർ വേണ്ടെടുത്ത് 1.5 വേണ്ടി വരും. 2 മതി, അല്ലെങ്കിൽ 2 വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചു. അപ്പൊ അവരുടെ കുറെ ലാൻഡ് പോകും. അപ്പൊ അവരുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് കാർ പാർക്കിംഗ് എന്തായാലും വേണമെന്ന് ക്ലൈന്റ് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസ് ഡിസ്കഷൻ. അപ്പൊ തന്നെ ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്തു. അടുത്ത് നമ്മുടെ ഒരു ഐഡിയ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോസ് വെച്ചിട്ടാണ് അടുത്ത ഡിസ്കഷൻ വരുന്നത്. അപ്പൊ 2 സൈഡ് എലിവേഷൻ മാൻഡേറ്ററി ആണ്. അതായത് ഫ്രണ്ടിലും ഇതിന്റെ സൈഡിന്റെ ഒരു സൈഡിൽ ഒരിക്കലും വ്യൂ ബ്ലോക്ക് വരത്തില്ല. ഇനി എത്ര കൺസ്ട്രക്ഷൻ വന്നാലും അങ്ങോട്ടേക്കുള്ള ഇൻഫ്ലോ ലൈറ്റ് അതുപോലെ വ്യൂ ഇത് ഒരിക്കലും ബ്രേക്ക് ആവില്ല. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ 2 എലിവേഷൻ ഫിക്സ് ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാനിങ് എത്തുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റേജിലാണ് ഞാൻ ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സ് വെച്ച് എന്റെ ഓഫീസിലൊരു ഡിസ്കഷൻ നടക്കുന്നത്. ഞങ്ങൾ 3 പേരാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ദീപക് ഗോവിന്ദ്, ഞങ്ങൾ 3 പേരാണ് DIT ഇപ്പം പ്രിൻസിപ്പൽ ആർക്കിടെക്ചർ ആയിട്ടുള്ളത്. അപ്പൊ ദീപക് അന്ന് അവൈലബിൾ അല്ല. ദീപക് അന്ന് ആ സമയത്ത് കൊച്ചിയിലെ പ്രോജക്ട്സ് ദീപക് നോക്കാം. ഞാൻ ഗോവിന്ദും ഇവരെല്ലാവരും പാർട്ട് ടൈം PGയും ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം ആയിട്ട് ഓഫീസിൽ കാണത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഒരു സൈറ്റിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ചേട്ടന്റെ കാറൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ അതെല്ലാം കാണിച്ചപ്പോൾ തന്നെ എല്ലാ ആംഗിളും 4 ഡയറക്ഷൻ വെച്ചുള്ള നമ്മൾ വെറുതെ സൈറ്റിൽ പോലും വെറുതെ ഫോട്ടോസ് എടുക്കില്ല. ചുറ്റിനുള്ള ഫോട്ടോസും അത് ലൈക്ക് നമ്മളൊരു വേറൊരു ആർക്കിടെക്റ്റിനെ കാണിക്കുന്ന സമയത്ത് ആർക്കിടെക്ട് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഫോട്ടോഗ്രാഫി ഞങ്ങൾ അതെല്ലാം ഞാനൊന്ന് കവർ ചെയ്തിട്ടാണ് ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഞാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ടീമിനകത്ത് ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയപ്പോഴത്തേക്കും ലൈക്ക് ഇത് ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു സൈറ്റാണ്. ഒരു 5.8 സെൻസ് ആണ് ടോട്ടൽ ഇതിൽ വരുന്നത്. അന്ന് തന്നെ സന്ദീപ് ഇൻവെൻഷൻ ചെയ്തു ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ അന്ന് ഇങ്ങനെയുണ്ട്. അപ്പൊ 2 ഗൗതമാണ് സ്കെച്ചപ്പ് ചെയ്തെന്ന് ഞാൻ ആ സമയത്ത് പഠിക്കുകയായിരുന്നു. അപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യായിരുന്നു. അപ്പൊ സന്ദീപ് എന്നെ ഇങ്ങനെ വിളിച്ചത് ഒരു പ്രോജക്ട് ഇങ്ങനെ ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കണം. നമ്മൾ ആദ്യമേ ചെറിയ ഡിസ്കഷൻ ഒരു അവയർ ആയിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട്. കുഴപ്പമില്ല, കോർണർ പ്ലോട്ടാണ്, ഓക്കെ. അപ്പം ഞാനാണെങ്കിൽ നല്ല പ്രാന്തത്തിരിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, നമ്മൾ നോക്കാം. നോക്കിയിട്ട് അപ്പോ പ്ലാൻ കണ്ടു. പ്ലാൻ സിമ്പിൾ പ്ലാൻ ആണ്, വലിയ ഇതില്ല, നല്ല അത്യാവശ്യം നല്ല എല്ലാം സോളിഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു പ്ലാനും എങ്ങനെയാന്നുള്ളത് സന്ദീപ് കാണിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അപ്പൊ ഇതില് ഫുള്ളി സോൾഡ് ആയിരുന്നു. എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ആ കാറ് പാർക്ക് ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ്. അതായത് സഫീഷ്യന്റ് ആയിട്ട് 4 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. ഒരു സൈഡിൽ നമുക്ക് 3 വിടണം, മറ്റേ സൈഡിൽ 1.5 വിടണം. അങ്ങനെ വെച്ച് തുടങ്ങി ഒരു ബേസിക് ഔട്ട്ലൈൻ എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ സന്ദീപ് ബേസിക് ആയിട്ട് എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കിയ ഒരു കാര്യം? നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ എല്ലാ ഡിസൈനിലും നമ്മൾ ആദ്യം മുതലേ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലയന്റിന് ഡേ ടൈമില് ലൈറ്റ് യൂസ് ചെയ്യാൻ മാക്സിമം നമ്മൾ കുറയ്ക്കും. അതായത് ലൈറ്റ് നമ്മളിപ്പോ എല്ലാ റൂമിൽ കയറുമ്പോൾ ലൈറ്റ് ഇട്ട് ഫാൻ ഇട്ട് കയറുന്ന ഒരു ഇതുണ്ട്. അതായത് ഫാൻ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ ഇട്ടേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടെറൈനിലൊക്കെ ആണെങ്കിൽ ഫാൻ ഇടാതെ നമുക്ക് കയറാം. പക്ഷെ അല്ലാതെ നമ്മൾ ലൈറ്റ് ഇടാതെ ഇവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഇപ്പോഴത്തെ എല്ലാ ഈ കോമ്പാക്ട് വീടുകളിലും എല്ലാ ഈ ഡാർക്ക് സ്പോട്ട്സ് വരുന്നത് പ്രത്യേകിച്ച് അടുപ്പിച്ച് ഈ 5 സെന്റ് 3 സെന്റ് ഒക്കെ തിരിച്ചു വെക്കുമ്പോൾ എപ്പോഴും ഇരുട്ട് വരും.
അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ വെന്റിലേഷൻസ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ വ്യൂസും വരും. അപ്പൊ ഈ ഫ്രണ്ടിൽ ഒരു 3 മീറ്റർ 1.5 എന്തായാലും ലോക്ക്ഡായി. പിന്നെ ഇപ്പൊ ഗോവിന്ദ് അടുത്ത ഡിസ്കഷനിൽ പറയുകയാണ് ലൈക്ക് ഈ 3 മീറ്റർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ, കാര്യം ഈ KMBR പറയുന്നുണ്ട് അപ്രോച്ച് മീറ്റർ 6 മീറ്ററിൽ കുറവാണെങ്കിൽ ഡെഡ് എൻഡ് വരുന്ന റോഡിൽ നമുക്ക് 2 മീറ്റർ ഇടാനുള്ള പ്രൊവിഷൻ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ആ ഐഡിയ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തൂടെ എന്നുള്ള രീതിക്ക് നമ്മൾ ഒരു 2 മീറ്റർ ആവറേജ് പെർമിറ്റ് പ്ലാനിൽ അത് മാറ്റിയായിരുന്നു. പെർമിറ്റ് പ്ലാനിലായിട്ട് അത് 2 മീറ്റർ ആവറേജിലോട്ട് പോയപ്പോഴത്തേക്കാണ് എക്സ്ട്രാ ഫ്രണ്ടിൽ നമുക്ക് ഒരു പാർക്കിംഗ് കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയത്. ഈ 4 പാർക്കിങ്ങിന്റെ ഒരു എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ഈ 2 സൈഡ് റോഡുള്ളപ്പോ 3 മീറ്റർ സെറ്റ് ബാക്ക് വിടണ്ടേ എന്നുള്ളതിനെ പറ്റി. രണ്ട് സൈഡ് റോഡ് അത് ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചർ രീതിയിൽ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു പ്ലോട്ടിന്റെ 3 സൈഡും റോഡാണ്, അപ്പോൾ അത് നല്ലതാണോ? അല്ല അത് കിട്ടുന്ന പ്ലോട്ടാണ് ത്രൂ റോഡാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലോട്ട് പ്ലാൻ വരച്ചിട്ട് പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കും. അതായത് റൂൾസ് നോക്കിയിട്ട് KMBR റൂൾസ് നോക്കിയിട്ട് എത്രയാണ് നമുക്ക് ബിൽഡബിൾ ഏരിയ അതിനകത്ത് കിട്ടുന്നത്. ചിലപ്പോ അവിടുത്തെ ഇത് വെച്ചിട്ട് ചിലപ്പോൾ 3 സൈഡിൽ റോഡാണെങ്കിൽ 3 കോർപ്പറേഷൻ റോഡായിരിക്കും, ഒരു സൈഡ് ചിലപ്പോൾ ഡെഡ് എൻഡ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു സെറ്റ് ബാക്കിന്റെ ഒരു ഏകദേശം ഒരു കണക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ വരയ്ക്കും. അതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സമ്മറി ഇപ്പൊ ഒരാള് നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നു, അപ്പൊ ആളെ സംബന്ധിച്ച് മിനിമം ഒരു സൈഡ് റോഡ് കാണും, 2 സൈഡ് റോഡ് കാണും, 3 സൈഡ് റോഡ് കാണും, 4 സൈഡ് അത്. അപ്പൊ ഈ 3 സൈഡ് റോഡ് ഉള്ളതാണോ? ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷെ ഏതായിരിക്കും നല്ലത്? ഇപ്പൊ പലരുടെ ഒരു ധാരണയുണ്ട് 3 സൈഡ് റോഡ് ഉണ്ടെങ്കിൽ എനിക്ക് 3 സൈഡിൽ നിന്നും കയറാം. പക്ഷെ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും? കാര്യം അവരുടെ ഒരു ഇതും കൂടെ നമ്മൾ കൺവേ ചെയ്യണമല്ലോ. 3 സൈഡ് റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റെസിഡൻസ് പണിയുന്ന ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഒന്ന് പ്രൈവസിയാണ്. അപ്പൊ 3 സൈഡും റോഡ് എന്ന് പറയുമ്പോൾ അത്രയും പ്രൈവസി നമുക്ക് കുറയാണ്, എക്സ്പോസ്ഡ് ആണ്. വീട് എക്സ്പോസ്ഡ് ആണ് കുറച്ചുകൂടെ. അപ്പൊ എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് വരും. അതായത് ഈ പറയുന്ന പോലെ പൊല്യൂഷൻ വരാം, ആൾക്കാർ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ഇതായിരിക്കാം. അപ്പൊ ആ ഒരു പ്രൈവസി കംപ്ലീറ്റ്ലി അത് കട്ടാക്കുകയാണ്. ആർക്കിടെക്ടിന്റെ ജോബ് എന്ന് പറഞ്ഞാൽ ആ പ്രൈവസി നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, അതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പൊ കസ്റ്റമർ നോക്കുവാണെങ്കിൽ എനിക്ക് 2 സൈഡ് നമ്മുടെ ഈ പ്രോജക്റ്റിനെ പറ്റി പറയുമ്പോൾ 2 സൈഡ് അത് ആലോചിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് എനിക്ക് 2 സൈഡ് വ്യൂ മാക്സിമം. അപ്പൊ നമ്മള് ജീവിതത്തിലെ നല്ലൊരു പൈസ മുടക്കിയാണ് ഒരു വീട് ചില മിക്കവാറും ജീവിതത്തിൽ ഒരു വീടേ വെക്കുള്ളൂ. ജീവിതത്തിലെ പിന്നെ അതിന്റെ ഇതിനെയാണ് നമ്മൾ ലോൺ അടയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള നോക്കുമ്പോ എന്റെ വീട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ 3 സൈഡും 2 സൈഡും റോഡ് വരുമ്പോഴത്തേക്ക് വീട്ടിന് നല്ലൊരു വിഷ്വൽ ഇത് അപ്പീല് കിട്ടും. അപ്പൊ അത് വെച്ച് ആ വിഷ്വൽ അപ്പീല് വെച്ചിട്ട് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ ആർക്കിടെക്ട് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഈ 2 സൈഡ് റോഡ് വരുമ്പോഴത്തേക്കും എന്തായാലും 2 എലിവേഷൻസ് വരും. 2 എലിവേഷൻസ് മാക്സിമം നമുക്ക് അപ്പീലിംഗ് ആക്കണം. ഒരാളെ നടന്നു വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. അപ്പൊ ആ 2 സൈഡിലും നമുക്ക് ബെഡ്റൂംസ് വരാം, കിച്ചൺ വരാൻ പറയാൻ പറ്റില്ല. ആ വാസ്തുവൊക്കെ നോക്കിയിട്ട് അതെങ്ങനെ ഈ ഒരാൾ നടന്നു പോകുമ്പോഴത്തേക്ക് എങ്ങനെ തടയാം, നടന്നു പോകുമ്പോഴത്തേക്ക് ആ പ്രൈവസി നമുക്ക് എങ്ങനെ അത് ഹിൻഡർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതൊരു ആർക്കിടെക്ചറിൽ നമ്മൾ ഡിസ്കഷനിലൂടെ സംസാരിച്ച് ചില ഏരിയാസിൽ അവർക്ക് കുഴപ്പമില്ല, പാറ്റിയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് കാണണമെന്നായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പൊ ഇതാണ് ഈ 3 സൈഡ് റോഡ്, 2 സൈഡ് റോഡ്, 1 സൈഡ് റോഡ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള 1 സൈഡ് റോഡാണ്. 2 സൈഡ് റോഡ് ഉള്ളത് അത്യാവശ്യം നല്ല കോമൺ അല്ല എങ്കിൽ 3 സൈഡ് റോഡ് വളരെ റെയറാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക്. ആ 3 സൈഡ് റോഡ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ക്ലയന്റിന്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ 3 സൈഡില് ഭംഗി കിട്ടണം, 3 സൈഡിൽ വ്യൂ കിട്ടണം രീതിക്കായിരിക്കും. അപ്പൊ ആ ക്ലയന്റിന്റെ ആദ്യത്തെ ബ്രീഫിംഗ് ഏറെക്കുറെ ഞങ്ങൾക്ക് 3 സൈഡിലും വ്യൂ ഉണ്ട്, അതനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളൊരു ബ്രീഫിംഗ് വരാം. അല്ലാതെ അവരത് മേടിക്കത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തലമുറകളായി കിട്ടിയ പ്ലോട്ടിന്റെ ഒരു ഇത് കാണാം. ലൈക്ക് ഒരു ജനറേഷൻ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി, പക്ഷെ നമുക്ക് പ്രൈവസി വേണം എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഈ ക്ലൈന്റ് ബ്രീഫിംഗിലാണ് ഇതിലൊരു 90% കഴിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ബ്രീഫിംഗ് ടൈം നമ്മൾ കുറച്ച് എടുത്താലും ഇവർക്ക് എന്താണോ വേണ്ടത്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു 5 ടൈപ്പ് ഓഫ് ക്ലൈന്റ് വന്നാൽ ഞങ്ങൾ ആ 5 ടൈപ്പ് ഓഫ് വീട് ചെയ്യും. ഞങ്ങളൊരു ഒരു സ്റ്റിക്ക് ഓൺ കോൺസെപ്റ്റില് ഡിസൈൻ ചെയ്യുന്ന ഒരു ഫേം അല്ല. ഈ കോൺസെപ്റ്റിലോട്ട് എത്തിയത് എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു
ടൈപ്പ് ഓഫ് ബേസിക്കലി നമ്മളതാ ഇപ്പൊ ഈ ചിലരെന്ന് വെച്ചാൽ ഈ പ്ലോട്ട് എടുത്തിട്ട് കിട്ടുന്ന കുറച്ച് പ്ലാൻ എടുത്ത് അതിൽ ഫിക്സ് ചെയ്യാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു പ്ലോട്ട് അപ്പൊ എല്ലാ പ്ലോട്ടും ഡിഫറെന്റ് ആണ്. ആ പ്ലോട്ടിന് എന്താണ് അനുയോജ്യമായിട്ടുള്ളത് അതാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് ക്ലയന്റിന്റെ ബ്രീഫ് വെച്ചിട്ട്. വന്ന മിക്ക വിസിറ്റേഴ്സും ചോദിച്ച ജനലിനെ കുറിച്ചാണ്. ഇപ്പം എലിവേഷനെ കുറിച്ച് പറഞ്ഞത് രണ്ട് സൈഡിലും വ്യൂ ഉള്ള ഏറ്റവും ഹൈലൈറ്റ് ആ ഒരു കൺവെൻഷനിൽ തുടങ്ങുന്ന രീതിയിലല്ലാതെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന വിൻഡോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ പറ്റിയത് വിൻഡോസിനെ കുറിച്ച്? അതിലിപ്പോ നമ്മള് ഒരുപാട് പേര് അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആലോചിച്ച് തുടങ്ങി ഈ രണ്ട് സൈഡിലെ വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിനറി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇതിലിപ്പോ ജോയിനറി ഡീറ്റെയിൽ എക്സസ് ആയി പോയാലും ഇതുപോലെ ഡേ ടു ഡേ വർക്ക് ചെയ്യുന്ന ക്ലയൻസിന് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോ ഒരു ഫുൾ സ്ട്രെച്ച് ലോങ് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ലൈറ്റ് മതിയായിരിക്കും, കാറ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് കയറിയാൽ മതി എന്ന് വിചാരിക്കുന്നവരല്ലേ കേർട്ടൻ ഇട്ട് അടയ്ക്കും. ആ വിൻഡോയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പാളി മാത്രം ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി നമ്മൾ റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ പ്രൈവസി പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കാറ്റ് കയറി ഇറങ്ങാൻ വേണ്ടി ക്രോസ് വെന്റിലേഷൻ കിട്ടുന്നിടത്തില്ല. ഫ്രണ്ടിലാവട്ടെ നോർത്ത് സൈഡ് ആയാലും വെസ്റ്റ് സൈഡ് ആയാലും നമ്മൾ ജസ്റ്റ് 1-2 പാളി ലിഫ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലിവിംഗ് റൂമിലുള്ള നമ്മള് വിൻഡോ ചേർത്താണ് ഒരു സോഫ ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ യൂഷ്വലി നമുക്ക് താഴെ ആക്സസ് ചെയ്ത് ഇതിന്റെ ഈ കുറ്റിയൊക്കെ തുറക്കാനൊക്കെ എപ്പോഴും പാടാം. അവിടെ നമ്മൾ 4 തട്ടായിട്ട് ചെയ്തപ്പോൾ ഇവർക്ക് ഈ സോഫയിൽ ഇരുന്നാലും ഇവ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പോലും ജസ്റ്റ് എല്ലാവരും യൂഷ്വലി ചെയ്തു പോകും. സോഫയിൽ ചവിട്ടി കയറി ഒരു വിൻഡോ ഒക്കെ തുറന്നിട്ട് അങ്ങനെ ചെയ്തു പോകും. നമുക്ക് അതിൽ വേറൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ താഴത്തെ കുറ്റി പിടിച്ചിടാൻ മടിച്ചിട്ട് ചിലപ്പോൾ ഇവരത് തുറക്കാതാവും. മെജോറിറ്റി വീടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഈ ലിവിംഗ് ഹോളിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മടി കാരണം കാർട്ടൺ നീക്കിയിട്ട് അങ്ങ് ഉപയോഗിക്കത്തേ ഉള്ളൂ. ഫുൾ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇതെല്ലാം ഈ ക്ലൈം ബ്രീഫിംഗിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. നിങ്ങൾ വിൻഡോ തുറന്നിടുന്ന ആൾക്കാരാണ്. ഇല്ലില്ല ഞങ്ങൾ രാവിലെ പോയ രാത്രി അടയ്ക്കത്തുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ഉള്ളൊരു ഇതാണ്. എനിക്ക് അവർ രണ്ടുപേര് ചിലപ്പോൾ ക്ലയൻസിനെ കണ്ട് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഡിസൈൻ ചെയ്തു. അപ്പൊ ഈ ഒരു വിൻഡോ എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം തുറന്നിട്ടാൽ മതി, കാറ്റ് കയറി ഇറങ്ങും. കർട്ടൺ നീക്കിയിട്ടാലും ഷിയർ കർട്ടൺ ഉണ്ട്, ഒരു പാളി മാത്രം ലിഫ്റ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള മെയിൻറ്റെയിൻസ് പക്ഷേ കാറ്റ് കയറി ഇറങ്ങുന്നത് ഇതിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് ഈ വീടിനകത്ത് എപ്പോഴും ആ ഒരു ഫ്രഷ് എയറിന്റെ ലാക്ക് വരുമ്പോൾ നമ്മള് അവിടെ വീട്ടിലെ ബാൽക്കണിയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നിൽക്കുമ്പോ പോലും ഫാനിന്റെ ആവശ്യമില്ല. പൊതുവെ ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്ന വീടുകള് മിക്കതും ഞാൻ പോയി വിസിറ്റ് ചെയ്യുമ്പോ കാണുന്നത് ബാൽക്കണിയിലായാലും ഫാൻ ഇട്ടിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇവൻ സിറ്റ് ഔട്ട് പോലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മള് ഫാനിന്റെ പ്രൊവിഷൻ തന്നെ 2 അങ്ങനെ കട്ട് ചെയ്തു. ഇലക്ട്രിക്കൽ ഡിസൈൻ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഇലക്ട്രീഷ്യനായിട്ട് ഓൺ സൈറ്റ് തന്നെ ഡിസൈഡ് ചെയ്തു. ഫാനിന്റെ പ്രൊവിഷൻ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഹാങ്ങിങ്, ഒരു ലോ പ്രൈസ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ഇട്ടാൽ മതി. അതിനാണ് ഹാങ്ങിങ്. കാര്യം ഇവിടെ ഫാൻ ഇട്ട് അങ്ങനെ ഇരിക്കില്ല. ഫാൻ ഇട്ട് ആ ഫാനിൽ പിന്നെ അത് പൊടിയായി, പിന്നെ അതിന്റെ എക്സ്ട്രാ മെയിൻ്റെനൻസ് ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് കാര്യം ഇപ്പൊ നമ്മൾ ഈ പ്രോജക്റ്റ് ഇപ്പൊ ജാക്ക് കൺസ്ട്രക്ഷനും ബൈറ്റും കൂടെ ചെയ്തു. അപ്പൊ ഇതിലൊരു മെസ്സേജ് നമുക്ക് പബ്ലിക്കിന് കൊടുക്കേണ്ടതില്ല. കാര്യം ഈ പൊതുവെ ആൾക്കാര്, ഞാൻ ബീങ് ഓണസ്റ്റ് ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, സന്ദീപ് ഗോവിന്ദ് ആർക്കിടെക്ചർ ആണ്, ഷമ്മി സിവിൽ എഞ്ചിനീയർ ആണ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് ഇരിക്കുന്നത്. നമ്മളെല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഓരോ വെർട്ടിക്കൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടുമ്പോൾ ഓരോ പാർട്ട് കൂടെ ഓടുന്നതുകൊണ്ടാണ് നമ്മൾ പൊതുജനം കാണുമ്പോൾ ഒരു വണ്ടി ഓടുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ എന്റെ കൺസ്ട്രക്ഷനിൽ ഇപ്പൊ പൊതുവെ കാണുന്നത് ആർക്കിടെക്ട്, ഞാൻ ആസ് എ സിവിൽ എഞ്ചിനീയർ പറയാണ്, ആർക്കിടെക്ട് എന്ന് പറയുന്ന ആള് ഒരു പേപ്പറിൽ ഒരു സാധനം എടുത്തു തരുന്നു. അപ്പൊ ഇല്ലേ, ടേക്ക് ഓവർ ഇല്ലേ, അപ്പൊ പിന്നെ ഇത് എന്താണെന്ന് ചോദിക്കുന്നവരോട് എന്ത് മെസ്സേജാണ് നമ്മുടെ ഈ ടോക്ക് കാണുന്നവർക്ക് തോന്നേണ്ടത്? ആൾക്കാർ പറയും ഫ്യൂച്ചറിൽ തന്നെ നമ്മുടെ തന്നെ ഒരു പ്രോജക്റ്റ് ഗ്ലോബൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ വെച്ചിട്ട് എലിവേഷൻ സെറ്റ് ചെയ്ത് നമ്മളെ തന്നിട്ട് ഇതുപോലെ ചെയ്യണം എന്നങ്ങ് പറഞ്ഞു. ഇന്നലെ സംഭവം ഇതിൽ നമുക്കൊരു സൈറ്റിൽ ഒരു മാക്രോ മൈക്രോ അനാലിസിസ് ഉണ്ട്. നമ്മൾ ഈ സൈറ്റ് കാണുമ്പോൾ ഇപ്പൊ നോർമലി ഇപ്പം സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് വിൻഡ് വരും. ഈ വിൻഡ് ഹിൻഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വീടിന്റെ അടുത്ത് കുടപ്പനക്കുന്ന് വീടിന്റെ അടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് വന്നു, ഫ്രണ്ടിലൊരു അപ്പാർട്ട്മെന്റ് വന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന പാറ്റേൺ എല്ലാം ബ്രേക്ക് ആവും. വിൻഡ് കയറി ഇറങ്ങും, ഭയങ്കര കാറ്റ് കിട്ടും, നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങി നിന്നാല് ചൂട് കാണത്തില്ല, ഇതെല്ലാം ബ്രേക്ക് ആവും. അപ്പൊ അതിന് വേണ്ട കോൺസെപ്റ്റ്സ് നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ലൈക്ക് എങ്ങനെ നമുക്ക് ഇന്റേണലി ഇതിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ എഫക്ട് കൊണ്ടുവരാന്നുള്ള വേറെ ടൈപ്പ് ഓഫ് ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. വിത്തിൻ ദാറ്റ് ബഡ്ജറ്റ് ക്ലൈന്റിനോട് ചോദിച്ചിട്ട് കൺസ്ട്രക്ഷൻ ടീമിനോട് ചോദിച്ചിട്ട്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വെറുതെ എല്ലാ ഐഡിയയും കയറി പ്രപ്പോസ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ആ ഒരു പ്രാക്ടീസ് ഞങ്ങൾ യോജിക്കുന്നില്ല. ടു ബി ഫ്രാങ്ക്, ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല. ചുരുക്കി പറഞ്ഞ ഒരു ആർക്കിടെക്ട് 5 വർഷം പഠിച്ച് അത് കഴിഞ്ഞ് PG 2 വർഷം 7 വർഷം, അതല്ലല്ലോ ഒരു റീപ്ലേസ് ചെയ്യാൻ പോകുന്നു.
അല്ലെങ്കിൽ പോട്ടെ ഒരാള് ഇൻഡിപെൻഡന്റ്ലി ഒരു ഡിസൈനർ, ഇപ്പൊ ഡിസൈനർക്കും അവരുടേതായ സ്കില്ലുണ്ട്. പക്ഷെ ഒരു ഡിസൈനർ ആസ്പിറേഷൻ കൊണ്ട് ഒരു പ്ലാൻ വരയ്ക്കുന്നതും ഒരു ആർക്കിടെക്ട് പഠിച്ചു വരയ്ക്കുന്നതും രണ്ടും രണ്ട് തന്നെയല്ലേ? വ്യത്യാസം. പ്രത്യേകിച്ച് ഇതുപോലുള്ള മൈക്രോ കാര്യങ്ങളിൽ സൈറ്റ് അനാലിസിന്റെ ഈ പറയുന്ന രീതി നമുക്ക് എയിൽ ഇൻപുട്ട് ചെയ്യാനുള്ളത് ഇത് അല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരും. അല്ല, അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് ഇപ്പൊ നമുക്കിപ്പോ ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ AI യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പൊ AIയുടെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇല്ലാന്ന് പറയാം. ആർക്കിടെക്ചറിൽ എങ്ങനെയാണ് AI യൂസ് വരുന്നത്? ആർക്കിടെക്ചറിൽ നമ്മളിപ്പോ ഈ AI യൂസ് ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റെൻഡർ ചെയ്യാനും ഈ പറയുന്ന പ്ലാൻ ഉണ്ടാക്കാനുമാണ്. പക്ഷെ അതിന് AIക്ക് അതിനെപ്പറ്റി പ്ലോട്ടിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. ആ ഒരു ഇൻസ്ട്രുമെന്റ് അവിടെ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്ന് ആ പ്ലോട്ടിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഡേറ്റ പാരാമീറ്റർ ഇവിടെ ഇതാണ് നിയർ ബൈ ബിൽഡിംഗ്. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്ന് ലൈവ് ഒബ്ജക്ട്സ് ഇത് വന്നാലും നമുക്ക് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെയധികം അതാണ് നമ്മുടെ ആ ഒരു ടച്ച് കൊണ്ടുവരിക. എൻറ്റയർലി എയിലോട്ട് പോകാൻ പറ്റില്ല. എൻ്റയർലി AIയിൽ പോകാൻ പറ്റില്ല. പറ്റില്ല എന്നുള്ളത് കറന്റ്ലി പറ്റില്ല. അതായത് ഇപ്പൊ കേരളത്തില് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന പ്രാക്ടീസിൽ കറന്റ്ലി അത് പറ്റില്ല. നമുക്ക് ഫ്യൂച്ചർ ഒരിക്കലും പ്രഡിക്ട് റോബോട്ട്സ് ആയിരിക്കും. അതെ. ഒരുപാട് ചൈനീസ് വെൻഡേഴ്സ് ഇപ്പം വരുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഇന്ത്യയിൽ ചെയ്തു തരാം. അപ്പം ഇന്റീരിയർ മാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആപ്പ്, ഒരു സാധനം എന്നെ വിളിച്ചോണ്ടിരിക്കുക. സാധനമുള്ളൂ, ഒരു ഡിവൈസ് എന്താ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവരങ്ങ് മാപ്പ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. അത് ഓട്ടോക്കാടായിട്ട് കിട്ടും. പക്ഷെ ഇതിലൊരു ഹ്യൂമൻ ടച്ച് ഇപ്പോഴത്തെ ഇതില് ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ടച്ച്. കമ്മിങ് ഒറിജിനൽ ടോപ്പിക്, നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ സക്സസ് എന്തായിട്ടാണ് തോന്നുന്നത്? ഇപ്പൊ there was a contractor, there was a structural engineer, there was an architect. ഇതിനെല്ലാത്തിനുപരി ഇതിനൊരു നല്ല ക്ലയന്റ്. കാര്യം ഇതെല്ലാത്തിനും ഫ്രീഡം എല്ലാത്തിന്റെയും ഇതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു അനാലിസിസ് എന്താണ്? ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാല് ഫ്രീഡം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്, ആ ടേം തന്നെയാണ്. ഫ്രീഡം ക്ലയന്റ് തന്നു, കൺസ്ട്രക്ഷൻ ടീമിൽ നിന്നും ജാക്ക് കൺസ്ട്രക്ഷൻ നമുക്ക് ഫ്രീഡം തന്നു. അപ്പൊ നമുക്കത് ബെസ്റ്റ് എങ്ങനെയാക്കാം എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു. എന്ത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, എന്ത് സോഫ പർച്ചേസ് ചെയ്യണം, എന്ത് കളർ സെലക്ഷൻ, എല്ലാം നമുക്ക് ഫ്രീഡം തന്നു. സോ നമുക്കൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഇതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഈ പ്രോജക്റ്റിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു കൺസ്ട്രക്ഷൻ ടീം എന്നുള്ള നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ബൗണ്ടറിയിൽ നിന്നു. അത് ആർക്കിടെക്ട് പറയുന്ന കാര്യത്തില് മേ ബി നമുക്ക് നമ്മുടേതായ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 10-36 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് എന്ന് പറഞ്ഞ് അല്ല ആർക്കിടെക്ട് പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ റോള് ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ഇത് ആർക്കിടെക്ട് ഡിസൈഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കൺസ്ട്രക്ഷന്റെ കേസ് വരുമ്പോഴും ഞാൻ നോക്കുമ്പോൾ അത് കൺസ്ട്രക്ഷൻ ടീമിന്റെ ഇതിലോട്ട് വിട്ടിരിക്കുന്നു. എല്ലാത്തിലും കയറി മൈക്രോ മാനേജിങ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെ. അതിനൊപ്പം ക്ലയന്റ് ഇതെല്ലാം പ്രൊഫഷണൽസ് പറയുന്നുണ്ട് അത് ഓക്കെയാണ് എന്നുള്ള ഒരു ഇത് തന്നെയല്ലേ നമ്മൾ ഈ ദേവയാനം ഇത്രയും ഒരു ഇത് വരാൻ കാര്യം. ഞാൻ ഒരു വണ്ടി ഭ്രാന്തനാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു വണ്ടി കാണുമ്പോൾ നമുക്ക് അടിപൊളി എന്ന് തോന്നുമ്പോൾ അതിന്റെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് നമുക്കറിയില്ല. അതുപോലെ ഇതിന്റെ ഓരോ ഡീറ്റെയിലിംഗും ഓരോ പ്രൊഫഷണൽ ഇൻക്ലൂഡിങ് ഗ്യാസ് പൈപ്പ് ലൈൻ വെക്കുന്നത് പോലും അതിന്റെ പ്രൊഫഷണൽ അതിന്റെ നമ്മൾ ഫ്രീഡം കൊടുത്തു. അതിൽ കയറി നമ്മൾ അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ എന്നാൽ നമ്മുടെ ആർക്കിടെക്ചറിനെ ഹിൻഡർ ചെയ്യാനും പാടില്ല, ബിൽഡിങ്ങിന്റെ ഫംഗ്ഷനാലിറ്റി ഹിൻഡർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇതൊരു കോർണർ പ്ലോട്ടായിട്ട് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡ് പൊല്യൂഷനും കാര്യങ്ങളല്ലാതെ രണ്ട് സൈഡ് വ്യൂ കൊണ്ട് എല്ലാ കാര്യങ്ങളും കാണുവാണ്. നമുക്ക് ഇതിന്റെ അകത്ത് കിണറുണ്ട്, ഇതുപോലെ വണ്ടി ഇടണം, ഗേറ്റ് അടയ്ക്കണം, ഈവൻ റോഡിലോട്ട് ഇറങ്ങുന്ന കാര്യം ഇൻക്ലൂഡിങ് പോസ്റ്റ്, ഇതുവരെ എല്ലാരും അവരവരുടെ റോള് ചെയ്തുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു പലരും മറന്നു പോകുന്നു. കാര്യം ഒരു ആർക്കിടെക്ട് മാത്രം വിചാരിച്ചാലും നടക്കില്ല. കാര്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പാർട്ട്ണറിന് ഇത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഒരു 50 വർഷം 100 വർഷം പഴക്കമുള്ള കമ്പനി ആയാലും ഒരു ആർക്കിടെക്ട് ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. ഇപ്പൊ ഈ പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ ക്ലയന്റ് ആദ്യം നമ്മുടെ കൺസ്ട്രക്ഷൻ ഫേമിലാണ് വന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആർക്കിടെക്റ്റിന്റെ റോൾ എന്താണെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചെലവ്. പലരും അതൊരു പാഴ്ചെലവായിട്ടാണ് കാണുന്നത്. ആർക്കിടെക്റ്റിന് കാശ് കൊടുക്കുന്നത് വെറുതെയാണ്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ആർക്കിടെക്റ്റിന് നമ്മളൊരു പേയ്മെന്റ് 1 രൂപ കൊടുത്തെങ്കിൽ അതിനൊരു 2 രൂപയെങ്കിലും തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നമ്മളിനി റിയൽ എസ്റ്റേറ്റ് ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട് ഡിസൈൻഡ് ഹൗസ് എന്ന് പറയുന്നത് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഹൗസ് മാരേജ് എന്നൊക്കെ പറയുന്ന വലിയ കാര്യങ്ങളാണ്. അപ്പൊ അതിനെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ കാണുന്നവർക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവും. അതായത് ഒരു കാർ ആയാലും ഒരു വീട് വെക്കുന്നതായാലും ഒരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്താൽ പലരും ആർക്കിടെക്ട് ആണ് ടാഗ് ലൈൻ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അവര് തന്നെ അവര് ബേസിക്കലി അവർക്ക് കാര്യങ്ങൾ എളുപ്പമായത് ജാക്കേട്ടിന്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ഒരു കാര്യങ്ങൾ എളുപ്പമായത്. ജാക്കേട്ടിന് ആരൊക്കെയാണ് റിയൽ ആർക്കിടെക്ട്സ്, ആരൊക്കെയാണ് ഫേക്ക് ആർക്കിടെക്ട്സ് എന്നുള്ളൊരു ഐഡിയ ചേട്ടനുണ്ട്. അപ്പൊ യു ആർ ദ വൺ ഹു നമ്മളെ റെഫർ ചെയ്തത് ജാക്കേട്ടിനാണ്. അപ്പോ ചേട്ടൻ അറിയാം നമുക്ക് വി ആർ ആർക്കിടെക്ട്സ്. അല്ലാണ്ട് ക്ലയൻസ് ചിലവരെന്ന് വെച്ചാല് ദേ അപ്രോച്ച് സർട്ടൻ ബിൽഡേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾ തന്നെയാണ് ആർക്കിടെക്ട്സ്, ഞങ്ങൾ തന്നെയാണ് എല്ലാം എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അത് വേറൊരു കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ ആർക്കിടെക്ട്സ് ആയിരിക്കണം നിർബന്ധമില്ല. അപ്പോ പിന്നെ പേപ്പറിൽ പ്രൊഡ്യൂസ് ആവുന്ന നിങ്ങളുടെ ഐഡിയാസ് മോട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുന്ന ക്ലയൻസിനെ ഹൗ യു റെക്കമെൻഡ് ജാക്ക് കൺസ്ട്രക്ഷൻ? എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ റെക്കമെൻഡ് ചെയ്യാം? നമ്മളിപ്പോ ഇതിന്റെ ഹൗസ് വാമിംഗ് സമയത്തിന് പോലും വരുന്ന നോർമലി ഇവരുടെ ഹൗസ് വാമിംഗ് അറ്റൻഡ് ചെയ്യുന്ന വരുന്ന എല്ലാവരുടെ അടുത്തും ഈ ഒരു ഐഡിയ വെച്ചാണ് പറയുന്നത്. ലൈക്ക് ഇത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ആയെന്നുള്ളത് ഞങ്ങളൊരു 2 പേര് പറയും. ഒരു കോൺട്രാക്ടറും ഒരു ആർക്കിടെക്റ്റും ഇവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീമും. ഈ ടീമും എല്ലാത്തിനുപരി ഈ ടീമിന് ഫ്രീഡം കൊടുക്കുന്ന ഒരു സെറ്റ് ക്ലയന്റ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. അല്ലാതെ ഒരു ടീം മാത്രം വിചാരിച്ചുകൊണ്ട് ഇത് പറ്റില്ല. പക്ഷെ ആ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു ആർക്കിടെക്ട് പെർസ്പെക്റ്റീവിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു. ലൈക്ക് കൺഫ്യൂഷൻസ് ഇല്ല. ഒരു ഡ്രോയിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നു വിത്തിൻ ടൈം ഫ്രെയിം. ഒരു മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ ഇവിടെ 2-3 വെറൈറ്റി മെറ്റീരിയൽ നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ട്. അത് അക്സസിബിലിറ്റി ഉണ്ടാക്കി എടുത്ത് നമ്മൾ ഓൺ സൈറ്റിൽ അത് ഡെലിവറി ചെയ്ത് നമ്മൾ പറയുന്ന രീതിക്ക് അതിന്റെ ഈവൻ ജോയിന്റ്സ് എങ്ങനെ വെക്കണമെന്ന് പോലും ജാക്ക് കൺസ്ട്രക്ഷൻസിലുള്ള വർക്കേഴ്സ് ആണ് ഡിഫൈൻ ചെയ്ത് കാണിച്ചത്. ലൈക്ക് നമുക്ക് ഈ ടൈപ്പ് ഓഫ് രീതിയിൽ അത് കെട്ടണമെന്നുണ്ട്. ഒരു സ്പേസിങ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 2 mm സ്പേസ് വേണം, ഒരു ജാളി സ്റ്റാക്ക് ചെയ്യണം. അപ്പൊ അത് വേണമെങ്കിൽ ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ പറയുകയാണില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡിസൈൻ എലമെന്റ് അവിടെ പോയി. അതങ്ങനെ ചെയ്തു തരാന്ന് പറയുന്നതാണ് കൺസ്ട്രക്ഷൻ ടീം ആർക്കിടെക്ട്സിന് കൊടുക്കുന്ന ഒരു ഫ്രീഡം. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രീഡം പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മളെപ്പോഴും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് പിന്നെ എടുത്ത് പറയുന്നത് നമ്മൾ ഒരുമിച്ച് കുറെ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസോ ക്ലാഷോ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് സ്മൂത്ത് ആണ്. നമ്മൾ വേറെ ബിൽഡേഴ്സുമായിട്ട് അപ്ലസ് കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് എക്സാക്ട്ലി ഇതുപോലെ തന്നെ പറയാനുള്ളത്. നമ്മളിപ്പോ ഒരു കളർ പാലറ്റും മെറ്റീരിയൽ പാലറ്റും ഫിക്സ് ചെയ്തു. ലൈക്ക് ഈ ഒരു ഇതിലാണ്, ഈ ഒരു ന്യൂട്രൽ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഡിസൈനേഴ്സിനെ വെച്ച് നമ്മളത് ഫാക്ടറി ഡ്രോയിങ് ആക്കി സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ആ സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഫാക്ടറിയിൽ വരുന്ന വരെയുള്ള കാര്യങ്ങൾ ഇതെല്ലാത്തിലും ഒരു ഓർഡറിൽ വളരെ നീറ്റായിട്ട് പോയെങ്കിൽ മാത്രമേ ഫിറ്റ് ആൻഡ് ഫിനിഷ് വരും. കാര്യം ഇത് സ്പെൻഡ് ചെയ്യുന്ന ക്ലൈന്റ് ആണ്. നമ്മളിവിടെ നമ്മുടെ കളർ പാലറ്റ് ന്യൂട്രൽ പാലറ്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ടൈപ്പ് ഓഫ് വാർഡ്രോബ് വേണം, സ്ലൈഡിങ് വേണം, ഇന്ന ഹാൻഡിൽ വേണം, സ്റ്റോറേജ് വേണം, നമ്മൾ പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യേണ്ട ക്ലൈന്റ്. അപ്പൊ അവരുടെ ബഡ്ജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് ഇതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാനുള്ള ഐഡിയ നമ്മൾ പറയുന്നു. എക്സിക്യൂട്ട് ചെയ്യേണ്ട ജോലി അവർ നീറ്റായിട്ട് ചെയ്യുന്നു. ഈ ഒരു ടീം വർക്ക് തന്നെയാണ് എല്ലാ കൺസ്ട്രക്ഷനിലും വരുന്നത്. ഇപ്പം തോന്നി നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലൈക്ക് നിങ്ങൾ ആലോചിച്ചാൽ പ്രൊഫഷണൽ സർവീസ് എടുക്കുമ്പോഴത്തേക്കും ഒരു അഡ്വക്കേറ്റിനെ കാണാൻ ഒരു അഡ്വക്കേറ്റ് ആഗ്രഹിക്കുന്നതാണ് ഒരാൾക്ക് ഏറ്റവും മോശം സമയം വന്ന് കേസ് വന്നിരിക്കുന്ന സമയത്താണ് അഡ്വക്കേറ്റിന്റെ സർവീസ് വേണ്ടത്. അതിപ്പോൾ ഡോക്ടറിന്റെ സർവീസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് വൈകായ്മ വന്ന് ആ ഒരു മോശം അവസ്ഥയിലാണ് കാണുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ആർക്കിടെക്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലി വരുമ്പോഴാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ലൈക്ക് അവര് എങ്ങനെയെങ്കിലും നശിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്കൊരു ഹെൽത്ത് സംബന്ധമായ ഒരു മോശം അവസ്ഥയിൽ ഇരിക്കുന്നത് അങ്ങനെയല്ല. അപ്പം ആ ഒരു നല്ല ചിന്തകളോട് കൂടി വരുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ ഇത് പ്രോജക്റ്റിലോട്ട് കൊണ്ടുവരുന്നു, അതാണ് ലൈക്ക് ഇത്രയും വർക്കബിൾ ആയിട്ടുള്ള പ്രോജക്റ്റിൽ അവരുടെ ബഡ്ജറ്റിനകത്ത് എങ്ങനെ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു ആർക്കിടെക്ടിന്റെ ഡ്യൂട്ടി. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അയാൾ ഒരു ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ് ആണെന്ന് ചോദിച്ചപ്പോ ഞാൻ കേക്ക് ബിസിനസ് തുടങ്ങി. അപ്പൊ ചോദിച്ചു എന്തിനാണ് കേക്ക് ബിസിനസ്? എല്ലാരും ഹാപ്പി ആയിരിക്കും മാത്രമേ എന്റെ പ്രോഡക്റ്റ് മേടിക്കുള്ളൂ. കാര്യം ഞാനൊരു പൂക്കട തുടങ്ങിയ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴും പൂ മേടിക്കാം, ഒരു കൊച്ചു ജനിക്കുമ്പോഴും പൂ മേടിക്കാം. അതുപോലെ
നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരാളുടെ പ്രോസ്പെരിറ്റിയിൽ അല്ലെങ്കിൽ ഒരാൾ ഏറ്റവും നല്ല നിലയിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ വന്ന് കാണുന്നത്. അപ്പൊ ആ സമയത്ത് അയാൾക്ക് 1000 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ സന്ദീപും ഗോവിന്ദും പറഞ്ഞ പോലെ ഒരു കഷ്ടകാലത്തിന് നമ്മൾ വക്കീലിനെ കാണുമ്പോൾ ആളെ തന്നെ കണ്ടേ പറ്റും, ആ ഡോക്ടറെ കണ്ട ആ ഡോക്ടറിന് മരുന്ന് കഴിച്ചേ പറ്റും. പക്ഷെ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി വരുന്നത് എനിക്ക് കുറച്ച് പൈസയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ലൈഫ് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോ നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാർ മേടിക്കുമ്പോൾ എന്റെ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ട് ഞാൻ 10 ലക്ഷം രൂപയുടെ 10 കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഒന്നേ മേടിക്കും. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണിത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ വേണമെന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഓരോ രൂപയും വർക്ക് ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ 1 രൂപയുടെ 2 വശമാണ് ഈ ആർക്കിടെക്റ്റും സിവിൽ എഞ്ചിനീയറും. ഒരു വശം ആർക്കിടെക്ട് ആണെങ്കിൽ ഒരു വശം സിവിൽ എഞ്ചിനീയർ ആണ്. ഇതെങ്കിൽ മാത്രമേ ഈ രൂപ വർക്ക് ചെയ്യുള്ളൂ. ഇല്ലാതെ നമ്മൾ ഒരു സൈഡ് ഇല്ലാതെ നമ്മൾ ഇന്ത്യ അശോക ചക്രം മാച്ച് കളഞ്ഞിട്ട് നമ്മൾ ഒരു കോയിൻ കൊടുത്തു നോക്കാൻ ഒരു കടക്കാരും എടുക്കൂല. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കൊരു ബിൽഡിംഗ് പണിയുമ്പോൾ അതൊരു അസറ്റ് ആയിട്ടും പണിയാം, ലയബിലിറ്റി ആയിട്ടും പണിയാം. അസറ്റ് ആവുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി മാത്രമല്ല, ഫംഗ്ഷനാലിറ്റി. ബിൽഡിംഗിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വാട്ടർ ലീക്കേജ്, മിസ്പ്ലാനിങ്. കാര്യം ചില വീടുകളിൽ കയറി എന്തിനാണ് ഈ സ്ഥലം എന്ന് നമുക്ക് തോന്നിപ്പോകും. അതൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് കൊണ്ടുവരണമെങ്കിൽ there should be a പ്രൊഫഷണൽ ഇൻവോൾവ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ കാണുന്നത് ക്ലയന്റിന് ഒരിക്കലും മനസ്സിൽ കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ആർക്കിടെക്ട് കാണുന്നതിന്റെ ഒരു 80% ഈ പണിയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കാണും. അതിന്റെ ഒരു 60% മൂത്ത മേസ്തിരിക്ക് കാണും. അതിന്റെ ഒരു 20% വർക്കറിന് കാണുള്ളൂ. അതിന്റെ ഒരു 5% ക്ലയന്റിന് കാണുള്ളൂ. കാര്യം നമ്മളൊരു ടെക്നിക്കൽ ആർബിട്രേഷൻ കൂടെ ചെയ്യുന്ന കമ്പനിയാണ്. പലപ്പോഴും പല തർക്കങ്ങളും ഉണ്ടാകുന്നത് ഈ മിസ്കമ്മ്യൂണിക്കേഷൻ, അയാളുടെ നോളജ് അല്ല മറ്റയാളുടെ നോളജ്. അപ്പൊ മെച്യൂരിറ്റി ലെവൽ കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ല, മിണ്ടാതിരിക്കുക, അവര് പറയട്ടെ. കാര്യം കഴിഞ്ഞ 36 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലരും കിടന്ന് പല ചാട്ടങ്ങളും ചാടും, നമ്മളും ഉണ്ടായിരിക്കുക, ഈ അന്നേരം പ്രതികരിക്കാൻ പോകാതിരിക്കുക. അപ്പൊ ഈ പ്രൊഫഷണൽ ആയിട്ട് ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് പലരും ചോദിക്കുമ്പോൾ ഈ ഫ്രീഡം എന്ന് നേരത്തെ പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. ക്ലയന്റ് കയറി എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞിട്ട് കുളമാകുമ്പോൾ ആർക്കിടെക്റ്റിനെയും ബിൽഡറിനെയും തല വയ്ക്കുന്നത് ഒരു ടിപ്പിക്കൽ കേസാണ്. പക്ഷെ ഈ പറയുന്ന ക്ലയന്റിന് ഒരു ബോധം ഉണ്ടാ. ഈ 1 രൂപയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ, ഒരു സൈഡ് ആർക്കിടെക്ട് ആണെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അതിനെ വിശ്വസിച്ച് ആ രൂപ നമ്മൾ ചതിക്കില്ല, അത് റോഡ് ചെയ്ത് പോകും, നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ദേവയാനം എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ?